ചേട്ടാ, നിയമസഭയിൽ അഴിഞ്ഞാടുന്ന ഭരണപക്ഷം, ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഈ നിയമസഭ എന്ന് പറയുന്നത് ഒരു ഓളത്തിലേക്ക് എത്തിയത്. എന്ത് തോന്നുന്നു? അല്ല, ഓളം നിലനിർത്തുക എന്നുള്ളത് ഭരണപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഓളം മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇടതുപക്ഷം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ നടത്തിയ ക്യാമ്പയിനാണ് 5500 കോടി രൂപ ഖജനാവിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. പൂച്ചപറ്റ് കിടക്കുന്ന ഖജനാവ് എന്നാണ് AK ആന്റണിയും VD സതീശനും ഒക്കെ ഖജനാവിനെ പ്രകീർത്തിച്ചതെങ്കിൽ അങ്ങനെയല്ല. 5500 കോടി രൂപ ഞങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ്റെ പോലും മനസ്സിൽ തോന്നി, കൊള്ളാലോ പരിപാടി, പിണറായി സർക്കാർ ഇത്രയും വലിയ ഉദാര മനസ്കരാണോ VD സതീശന് ചെലവഴിക്കാൻ കാശ് വെച്ചിട്ട് പോകുന്നു എന്നുള്ളത്. അതിൻ്റെ യഥാർത്ഥ കഥ എന്താണ് എന്ന് ഒരു തവളപത്രം ഇറക്കിക്കൊണ്ട് ധനകാര്യ വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ പ്രസംഗിക്കുക. ഈ സഭയിൽ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സോഷ്യലിസത്തിന്റെ അങ്ങേത്തലയ്ക്കൽ ഇറാനിൽ നിന്ന് പൊട്ടിയൊലിച്ചു വന്ന യുദ്ധക്കോപ്പുകൾക്കിടയിലൂടെ മതേതരത്വത്തിന്റെ മുഖവുമായി വിപ്ലവാത്മകമായ രീതിയിൽ ഖജനാവിനെ കാത്തു സൂക്ഷിക്കാൻ 5500 കോടി സൂക്ഷിച്ചു വെച്ചപ്പോൾ അതിൽ നിന്ന് പട്ടിണിപ്പാവങ്ങളുടെ വയറിന് ആശ്വാസമാക്കാനുള്ള ചക്കക്കൂട്ടാനായി മാറുന്ന CPM അല്ലെങ്കിൽ ഇടതുമുന്നണി എന്നൊന്നും അവർ പറയുന്നില്ല. ഈ ഭാഷ ഉപയോഗിക്കുന്ന ആളുകളെ നമുക്കറിയാം. ആർക്കും മനസ്സിലാകാത്ത കുറെ വാക്കുകൾ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ അടുക്കി ചേർത്തുകൊണ്ട് ജനങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. സജീന്ദ്രൻ അതിലേക്ക് വരാം. അത് CR മഹേഷും അല്ല, ശിവൻ ആരായിരുന്നു, സജീന്ദ്രനാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഞങ്ങൾ ഈ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നേതാവിന്റെ പേര് ഗോവിന്ദൻ മാഷ് എന്നാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് LDF സർക്കാർ മൂന്നാമത് അധികാരത്തിലെത്തിയതിനു ശേഷം പാവപ്പെട്ടവർ എന്ന വാക്ക് മലയാള നിഘണ്ടുവിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഗോവിന്ദൻ മാഷിനെ തന്നെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു പരാമർശമുണ്ട്. ഗോവിന്ദൻ മാഷും B രാജീവും ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഭാഷാപദങ്ങളാണ്. ആർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ വിശദീകരിച്ച് തരുന്ന നരേഷനുണ്ട്. ആ നരേഷൻ വിശ്വസിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് മലയാളി സമൂഹം പോകുന്നൊരു സാഹചര്യമുണ്ട്. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഒരു വാർത്തയെ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കും. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിയമസഭയിൽ G സുധാകരൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു പോയിന്റ് പറയുമ്പോൾ ഭരണപക്ഷ MLA മാർ കൈയടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കൈയടിയൊന്നും വേണ്ട, ഞാനൊരു സ്വതന്ത്ര MLA ആയി നിയമസഭയിലേക്ക് ജയിച്ചു വന്ന ആളാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. അത് എനിക്ക് കൈയടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത വാചകം തുടങ്ങിയതാണ്, ഞാനൊരു സ്വതന്ത്ര MLA ആയിട്ടാണ് നിയമസഭയിലേക്ക് ജയിച്ചു വന്നതെന്ന്. അതിനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താ, G സുധാകരൻ സംസാരിച്ചപ്പോൾ കൈയടിച്ച ഭരണപക്ഷത്തോട് G സുധാകരൻ പറഞ്ഞു, ഞാൻ സ്വതന്ത്ര MLA ആണ്, UDFന്റെ MLA അല്ല എന്ന് പറഞ്ഞു. ആ നരേറ്റീവ് അല്ലേ കൊടുത്തു. G സുധാകരൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ ഈ ഭാഷയെ സംസാരിക്കുന്നതിന് ഇടതനുകൂല മാധ്യമങ്ങളും ഒരു വല്ലാത്ത ഇടതുപക്ഷ സ്നേഹം ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ പോകും. വേണമെങ്കിൽ ബാലഗോപാൽ ഭയങ്കര അസ്വസ്ഥനായി ഇറിറ്റേറ്റഡായി ഇതിനെയൊക്കെ ഖണ്ഡിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ ഹീറോ ആക്കിക്കൊണ്ട് വേണമെങ്കിൽ അതേ ഭാഷയിൽ സംസാരിച്ചാൽ പോകാൻ സാധിക്കും. പക്ഷേ VD സതീശൻ, ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് കൂടി ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് പ്രസംഗിച്ചത് എന്താ, ഇവിടെ ഇരിക്കുന്ന ഒരു നിയമസഭയിലെ ഒരു ജീവനക്കാർ, ആ ജീവനക്കാരുടെ ശമ്പളം 50,000 രൂപയാണെന്ന് വെക്കുക. 50,000 രൂപ 1-ാം തീയതി ശമ്പളം കിട്ടിക്കഴിഞ്ഞപ്പോൾ പലചരക്കുകളിൽ കൊടുക്കേണ്ടത് 25,000 രൂപയാണ്, പാലുകാരന് കൊടുക്കേണ്ടത് 5,000 രൂപയാണ്, പച്ചക്കറിക്കാരന് കൊടുക്കേണ്ടത് 5,000 രൂപയാണ്, പാൽക്കാരന് കൊടുക്കേണ്ടത് 5,000 രൂപയാണ്. ഇതൊന്നും കൊടുക്കാതെ വീട്ടിലെത്തി കഥ കടച്ചതിന് ശേഷം ഭാര്യയോട് പറയേണ്ടത്, എൻ്റെ പോക്കറ്റിൽ കണ്ടോ ശമ്പളം കിട്ടി 50,000 രൂപ അതുപോലെ ഇരിപ്പുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഭാര്യ കേൾക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ 50,000 രൂപയുണ്ട്. പക്ഷെ കഥ തുറക്കാൻ പറ്റില്ല. കാരണം കഥ തുറന്നാൽ പുറത്ത് ഈ പണം വാങ്ങാനുള്ള ആളുകളെല്ലാം വന്ന് നിൽക്കുകയാണ്. ഈ പണം മുഴുക്കില്ല അവർക്കൊന്നും കൊടുത്തു തീർക്കാൻ. ഇതേ അവസ്ഥയാണ് ഖജനാവിൻ്റേത്. ആളുകൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായി. 5,500 കോടി രൂപ ബാക്കി വെച്ചിട്ട് പോയപ്പോൾ SC/ST കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പോലും കൊടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്, ക്ഷേമ പെൻഷൻ കൊടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്, KSRTC ശമ്പളം കൊടുക്കാതെയാണ് ഇറങ്ങി, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ശമ്പളം കൊടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മെയ് മാസം 16-ാം തീയതി നിങ്ങളുടെ ട്രഷറിയിലെ ബാലൻസ് എത്രയാ? 5,500 കോടിയാണോ? അല്ല, 2,200 കോടിയാണ്. ബാക്കി 3,000 കോടി അപ്പോൾ എവിടെ നിന്ന് തോന്നുന്നു? ഇവർക്ക് കൊടുക്കേണ്ട ഗ്രാൻറ്റും മറ്റു കാര്യങ്ങളും വന്ന പൈസയാണ്. 5,500 കോടിക്ക് 50,500 കോടിയുടെ ചെലവുണ്ടാക്കി വെച്ചിട്ട് നാട്ടിൽ നിന്ന് കിട്ടാവുന്നിടത്തു നിന്നെല്ലാം പല പദ്ധതികളിലൂടെ കടം വാങ്ങി അതിന്റെ പലിശ കൊടുക്കാനും ബാധ്യതകൾ കൊടുക്കാനും കിടക്കുകയാണ്. KSRTC 2.5 വർഷം കൊണ്ട് ഏറ്റവും വലിയ ലാഭകരമായ ബിസിനസ്സാക്കി മാറ്റിയ പത്തനാപുരത്തെ 5,000 കുട്ടൻ, അങ്ങനെയല്ലേ പറഞ്ഞത്?
ഇന്ന് ധവളപത്രം പുറത്തു വരുമ്പോൾ കേരളത്തിന്റെ ഈ സാമ്പത്തിക സ്ഥിതി ഇത്രയും മോശമാകാൻ കാരണം വാട്ടർ അതോറിറ്റിയും KSRTCയും പോലെയുള്ള സ്ഥാപനങ്ങളാണ് അവയുടെ എല്ലാം നഷ്ടം നികത്തിയിരുന്നത് കേരള ഖജനാവിൽ നിന്ന് പലിശക്കെടുത്ത പണം കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ട്. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഉദാഹരണ സഹിതം അദ്ദേഹം സംസാരിക്കുമ്പോൾ വായടഞ്ഞ് മിണ്ടാതിരിക്കേണ്ടി വരുന്നുണ്ട്. വെറുതെ ഹീറോയിസം കാണിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നുണ്ട്. ഇനി ഭരണപക്ഷത്തേക്ക് വരൂ. ഭരണപക്ഷത്തിൽ ആദ്യമായി ജയിച്ചു വന്ന ഒരുപാട് MLA കഴിഞ്ഞ ദിവസം ജ്യോതികുമാർ ചാമക്കാല നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഭദ്രാപുരത്തെ ഡീൽ ആരോപണവുമായി വന്ന അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച KV ഗണേഷ് കുമാറിന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും ഒക്കെ കണക്കുകൾ കൊണ്ടടപ്പിച്ചുകൊണ്ടാണ് ജ്യോതികുമാർ ചാമക്കാല തന്റെ ആദ്യത്തെ നിയമസഭാ പ്രസംഗം നടത്തിയത്. MM നസീറിന്റെ ആദ്യത്തെ നിയമസഭാ പ്രസംഗം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇനി പരിണിതപ്രജ്ഞനായ നിയമസഭാ സാമാജികർ CR മഹേഷ്, അദ്ദേഹം 8 മിനിറ്റ് അനുവദിച്ചിട്ട് അദ്ദേഹം ആകെ 2 മിനിറ്റ് എന്തുമാണ് സംസാരിച്ചത്. ആ സംസാരിച്ചത് അത്രയും കുറുക്കിക്കൊള്ളുന്ന മറുപടിയാണ്. പറയേണ്ട കാര്യങ്ങളെല്ലാം ഒറ്റ വരി വാചകങ്ങളാക്കി. അതിലേറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയത് KT ജലീലും ഭാര്യയും CPM-നകത്ത് എടുത്തു. മകളെ കെട്ടിക്കാറായപ്പോൾ വാപ്പ പുതിയാപ്പിളയായി പോലെയാണ്. അതിലുണ്ട് എല്ലാം എന്നുള്ളതാണ്. VP സജീന്ദ്രന്റെ നിയമസഭാ പ്രസംഗത്തിലാണ് ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗം. നിയമസഭയിൽ മത്സരിച്ച് MLA ആയി 2ാം പിണറായി സർക്കാരിൽ മന്ത്രിമാരായിരുന്ന മുഴുവൻ ആളുകളെയും പൊതുജനത്തിന്റെ മുന്നിലേക്ക് നോക്കാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായ അവലോകനത്തിലൂടെ ട്രോളി കൊല്ലുകയാണ്. അവസാനം പിണറായി വിജയനെ നന്ദി പ്രകടിപ്പിക്കാൻ സാധിക്കാതിലായത് സങ്കടത്തിലാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. പിണറായി വിജയൻ 10 വർഷക്കാലം നന്ദി പറഞ്ഞു, അല്ല അതൊരു വാചകത്തിൽ അവസാനിപ്പിച്ചു. അദ്ദേഹം അതല്ല പറയാൻ വന്നത്. 10 വർഷക്കാലം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് KN ബാലഗോപാൽ ഒരു പൊട്ടും കൊടുക്കുന്നുണ്ട്. KN ബാലഗോപാൽ ആ കസേര കണ്ട് ഭരിക്കേണ്ട. KN ബാലഗോപാലിന്റെ പ്രവർത്തനങ്ങൾ അറിയാത്ത 5 വർഷക്കാലത്തെ എന്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് 25 വർഷക്കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള VD സതീശനെ കളക്കാൻ എനിക്ക് ചിരിയാ വന്നത്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പുതിയതായി വന്ന നിയമസഭാ സാമാജികർക്ക് എല്ലാവർക്കും, ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും നിയമസഭാ സാമാജികർക്ക് നിയമസഭയിലെ ചട്ടങ്ങളും കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് VD സതീശനായിരുന്നു. മനസ്സിലാക്കണം, 25 വർഷക്കാലം MLA ആയിരുന്നൊരു മനുഷ്യനോടാണ് 5 വർഷക്കാലത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നിയമസഭയിലെ ചട്ടങ്ങൾ പഠിപ്പിക്കാൻ ഈ പറയപ്പെടുന്ന KN ബാലഗോപാൽ. അല്ല, അവിടെ സ്പീക്കർ ഇടപെടൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് ഓരോ പോയിന്റ് ഓഫ് ഓർഡറിലും കൃത്യമായിട്ട് പത്രമാറ്റ് പൊന്നല്ലേ. എത്രയോ പതിറ്റാണ്ടുകളുടെ നിയമസഭാ പാരമ്പര്യവുമായിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും അപ്പുറത്തിരിക്കുന്നത് NDA മുന്നണിയോടും എല്ലാവരോടും ഒരുപോലെ അദ്ദേഹം ഇവരെല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഇവിടെ വിട്ടേക്കുന്ന ആളാണ് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ NDAയുടെ ബുധുപേർ അവര് വലിയ തരത്തിൽ UDF-നെയും LDF-നും നേരെ ആഞ്ഞടിക്കുകയായിരുന്നു. CR മഹേഷ് ഒറ്റ വാചകത്തിൽ അവസാനിപ്പിച്ചില്ലേ. സന്ദീപ് വാര്യരാണത് പറയാൻ യോഗ്യൻ. സന്ദീപ് വാര്യർ അവരുടെ കഴിഞ്ഞ പ്രകടന പത്രിക, ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രകടന പത്രിക എടുത്തു വെച്ച് അലക്കി തോപ്പിച്ചു കിട്ടില്ലേ. ആ സാഹചര്യത്തിലേക്കൊക്കെ പോവുകയാണ്. നിയമസഭയിൽ ഇനിയും എത്രയോ പേർ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എനിക്കിത് ഓർമ്മ വന്നത് കേരള നിയമസഭയിലെ ശക്തമായ ഒരു UDF നിര ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു, യുവനിര ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ, റോജി M. ജോൺ, PT ബൽറാം, ഹൈബി ഈഡൻ മുതലായ യുവജന നേതാക്കന്മാർ, യുവാക്കൾ ഒരു നിരയായിരുന്നുകൊണ്ട് PC വിശ്വനാഥ് അടക്കമുള്ളവർ. എനിക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. അന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിന് മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ നിയമസഭയിൽ പെർഫോം ചെയ്തിരുന്ന ഒരു വലിയ യുവ നിര ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയിട്ടും ഒരുപാട് യുവാക്കളെ ജയിപ്പിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടും പഴം വിഴുങ്ങികളായി മാറിയ CPM പ്രതിനിധികളായി ഇരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എന്ന് പറയുന്നത് അവരുടെ ക്യാപ്റ്റന് ഇവർ എന്തെങ്കിലും സംസാരിച്ച് പെർഫോം ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. അല്ല, അത് മാത്രമല്ല, ഇന്നത്തെ ഈ പല നേതാക്കന്മാർക്ക് ഈ ടെക്നോളജി അറിയാവുന്ന പിള്ളേരോട് പിടിച്ചിരിക്കാൻ വലിയ പാടാണ്. ഈ ടെക്നോളജി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ഇവർ പറയുന്നത് സിമ്പിളാണ്. കാണുന്ന ജെൻസി തലമുറ ഉണ്ടല്ലോ, ഇവരെല്ലാം ഇത് മനസ്സിലാക്കുന്ന ആളുകളാണ്. ഇന്ന് തന്നെ പല കാര്യങ്ങളും ആദ്യം നിയമസഭ തുടങ്ങിയിടം തൊട്ടുള്ള കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഓരോ കാര്യങ്ങളും ഇപ്പം മുഖ്യമന്ത്രിയെ തന്നെ വായടപ്പിക്കുന്ന, മുഖ്യമന്ത്രിയല്ല മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനെ വായടപ്പിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായിട്ട് കുറിക്കുകൊള്ളുന്നു പറയാൻ മറുപടി കൊടുക്കുന്നത്. അതാണ് ഒരു പാർട്ടി എന്ന നിലയിൽ കൃത്യവും വ്യക്തവുമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വായടപ്പിക്കുക.
അത് ഇന്ന് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന നിയമസഭയിൽ അത് മുഖ്യമന്ത്രിക്ക് തന്നെ. അല്ല, ഒരു സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും കൃത്യമായി ജനങ്ങളെ ബോധിപ്പിക്കുക. ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഓഡിറ്റബിൾ ആണ്, ജനം ഇത് കാണുന്നുണ്ട്, ജനമാണിത് അറിയേണ്ടത് എന്ന ഉത്തമ ബോധ്യമുള്ള ഭരണാധികാരിക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. അതിന് കൃത്യമായി കഴിവുള്ള ആളാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിനൊപ്പമുള്ള ടീം UDF അവരുടെ ഒരു വലിയ അഴിഞ്ഞാട്ടമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മൾ കണ്ടത്.